ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ ഈ വീഡിയോ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാവരുടെയും സ്കൂൾ തുറക്കും. അപ്പോൾ അവരുടെ ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പൊതിയണമല്ലോ. ഇതുപോലെ എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നീറ്റായിട്ട് പൊതിയാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കണ്ടില്ലേ, എല്ലാ സൈഡും നല്ല നീറ്റായിട്ടായിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബ്രൗൺ പേപ്പർ എടുക്കുക. ടെക്സ്റ്റാണോ നോട്ട് ബുക്കാണോ ഏതാണോ പൊതിയാൻ എടുക്കുന്നത് അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള ബ്രൗൺ പേപ്പർ മാത്രം എടുക്കുക. ഒരുപാട് എടുത്ത് നമ്മൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതൊരു സൈഡിൽ വെച്ചിട്ട് ആദ്യം ഫ്രണ്ടിൽ ഒന്ന് പതിച്ച് ഉള്ളിലേക്ക് മടക്കുന്നു. അതിനുശേഷം ബാക്ക് സൈഡിൽ എത്രമാത്രം നീളത്തിലാണോ ബ്രൗൺ പേപ്പർ വേണ്ടത് അത്രയും നീളത്തിൽ ബ്രൗൺ പേപ്പർ എടുത്ത് മടക്കി കത്രി കൊണ്ട് മുറിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ ബാക്കിലും നന്നായിട്ട് പതിച്ച് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. ഇത് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. ഓക്കെ, കണ്ടില്ലേ, വളരെ നീറ്റായിട്ട് നമുക്ക് ആ സൈഡ് കിട്ടും. നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് പതിച്ച് വെട്ടാൽ മതി. അതിനുശേഷം നമ്മൾ മുകളിലും താഴെയും കൈകൊണ്ട് അതിൻ്റെ ആ എഡ്ജസ് നന്നായിട്ടൊന്ന് പതിച്ച് വരയ്ക്കുക. നമ്മൾ പതിച്ച് വരയ്ക്കുമ്പോൾ അതിലൊരിങ്ങനെ വര വീഴുന്നതായിട്ട് നമുക്ക് കാണാം. നന്നായിട്ട് പതിച്ച് വരയ്ക്കുക. പതിച്ച് വരച്ചതിന് ശേഷം ഒരു കത്രിക ഉപയോഗിച്ച് അതിൻ്റെ കോർണറിൽ നിന്ന് അല്പം മുൻപിലേക്ക് മാറി രണ്ട് വെട്ടുകൊടുക്കുക. അതായത് ഫ്രണ്ടിലും ബാക്കിലും ആ വര വരെ കട്ട് ചെയ്ത് വെക്കുക പേപ്പർ. അതിന് ശേഷം ബുക്ക് തുറന്ന് ആ കവറിങ് തുറന്നിട്ട് ആ വെട്ടിയ വശം ഉള്ളിലേക്ക് മടക്കുക. മടക്കാൻ ഈസി ആയിരിക്കും. നമ്മൾ കൈ കൊണ്ടിങ്ങനെ പതിക്കുമ്പോൾ അവിടെ ഒരു വര വീഴും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മടക്കാൻ പറ്റും. ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് പതിക്കുക. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, എഡ്ജസ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് മുകളിൽ ചെയ്തതുപോലെ തന്നെ താഴെയും ആദ്യം കൈ കൊണ്ട് പതിച്ചൊന്ന് വരയ്ക്കുക. ഫ്രണ്ടിലും ബാക്കിലും പതിച്ച് വരയ്ക്കണം. വരച്ചതിന് ശേഷം കത്രിക ഉപയോഗിച്ച് ആ കോർണറിൽ നിന്ന് അല്പം മുൻപിലേക്ക് മാറ്റി ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് കവറിങ് തുറന്ന് ആ കട്ട് ചെയ്ത വശം ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോർണറിൽ നിന്ന് ചരിച്ചാണ് നമ്മൾ വെട്ടുന്നതെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ആ ഒരു മുറിച്ച ഭാഗത്തിൽ നിന്ന് ഇതിങ്ങനെ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കീറിപ്പോകത്തില്ല, കുറേ നാൾ നിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ രണ്ട് വശങ്ങൾ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ബാലൻസ് വരുന്ന പേപ്പർ കൈകൊണ്ട് പതിച്ച് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. 4 സൈഡിലെ പേപ്പറുകൾ ഉള്ളിലേക്ക് നീറ്റായിട്ട് മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കാം, അല്ലെങ്കിൽ സ്റ്റാപ്ലർ അടിക്കാം. ഞാൻ സ്റ്റാപ്ലർ അടിക്കാറില്ല, കാരണം സ്റ്റാപ്ലർ അടിച്ച് കുറേ നാൾ കഴിയുമ്പോൾ അതിങ്ങനെ പൊങ്ങി വന്നിട്ട് കുഞ്ഞുങ്ങളുടെ കൈയ്യിട്ട് കൊള്ളാനും അതുപോലെ ഈ തുരുമ്പടിച്ചിട്ട് ആ ബുക്കിൽ ഇങ്ങനെ കളറാവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും ഞാൻ സെല്ലോ ടേപ്പാണ് ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് നമുക്ക് നീറ്റായിട്ട് കവർ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, വളരെ നീറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ മക്കളുടെ ബുക്കൊന്ന് കവർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.